ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് പുതിയൊരു വീഡിയോ എടുക്കാം. ചിങ്ങമാസം പിറക്കുകയാണ് അല്ലേ, കർക്കിടകം തീരുവാണ്, ചിങ്ങമാസം പിറക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. ചിങ്ങമാസം മുതൽ അടുത്ത ഒരു വർഷത്തേക്കിന് എന്താണ് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം അല്ലേ. അപ്പോൾ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് യൂണിവേഴ്സ് നമുക്ക് തരാൻ പോകുന്നത്, എന്തൊക്കെ സന്തോഷങ്ങളാണ്, എന്തൊക്കെ മിറക്കിൾസ് ആണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ അടുത്ത ഒരു വർഷത്തേക്കിന് ഉള്ള റീഡിംഗ് ആണ് കേട്ടോ. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക കേട്ടോ. അപ്പോൾ ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഇത് കാണുന്നത് അപ്പോൾ തൊട്ടാണ് നിങ്ങൾ റെസനേറ്റ് ആവുന്നത്. നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ എപ്പോഴാണ് വരുന്നത് അത് നിങ്ങൾ കാണേണ്ട ഒരു സമയമാണ് കേട്ടോ. നിങ്ങളത് കാണുമ്പോൾ തൊട്ട് നിങ്ങൾക്കത് റെസനേറ്റ് ആവും. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ടാരോട്ട് റീഡിംഗ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. പുതുവത്സരത്തിൽ ഈ ചിങ്ങമാസം 1-ാം തീയതി മുതൽ എന്തൊക്കെ അത്ഭുതങ്ങളാണ്, എന്തൊക്കെ മിറാക്കിൾസ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. വേസൊക്കെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഏസ് ഓഫ് കപ്പ്, കിങ് ഓഫ് സോർട്സ്, ക്യൂൻ ഓഫ് സോർട്സ്, ജോഡിയുണ്ട് കിങ്ങും കിങ്. Ace of Wands, 5 of Wands, the Emperor, 4 of Pentacles. എല്ലാ കാർഡും കുറച്ചെടുക്കും. എല്ലാ കാർഡും കൂടെ കുറച്ചേക്കും അല്ലേ. ചിങ്ങമാസം മുതൽ നമ്മുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ. കിങ് ഓഫ് പെന്റിക്കിൾസ്, കിങ് ഓഫ് വാണ്ട്, ഇത് കിങ്ങും ക്യൂവിന്റെ എനർജികളാണ് മൊത്തം കാണുക. നൈറ്റ് ഓഫ് സോർട്സ്, 6 ഓഫ് പെന്റിക്കിൾസ്, 5 ഓഫ് സോർട്സ്, 5 ഓഫ് പെന്റിക്കിൾസ്. ഏഞ്ചൽ മെസ്സേജിന്റെ കാർഡ് കൂടെ എടുക്കാവേ. ഏഞ്ചൽ മെസ്സേജസ്, ഏഞ്ചൽ എന്ത് മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഈ ഒരു വർഷം? ഏഞ്ചലിന്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഈ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് തരാൻ പോകുന്നത് കേട്ടോ. ഇവിടെ 2 കാർഡ് ഒരുമിച്ച് വന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട്. 2 അല്ല 3 കാർഡുണ്ട് കേട്ടോ. ട്രാൻസ്ഫോർമേഷൻ, ഇവിടെ ഏഞ്ചൽ തന്നെയാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. ഒരു പുതിയ തുടക്കം പലരുടെ ലൈഫിൽ വരാൻ പോകുന്ന ഒരു ചേഞ്ച്. 2 ഓഫ് വാണ്ട് ഉണ്ട്, കിങ് ഓഫ് സോർട്സ് ഉണ്ട്, 5 ഓഫ് സോർട്സ്, 6 ഓഫ് സോർട്സ്, ഏസ് ഓഫ് കപ്പ് ഉണ്ട്. ഇത് വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്ക് സ്ട്രെങ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാർഡൊക്കെ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറേ കാർഡ് എടുത്തു. ഒരു വർഷത്തെ റീഡിങ് ആയതുകൊണ്ട് കുറച്ച് കാർഡ് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കാർഡുകൾ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് അടുത്ത ഒരു വർഷം വരാൻ പോകുന്ന കാര്യങ്ങളാണ് ഇവിടെ കാണുന്നതല്ല. നിങ്ങൾക്കൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ വരാൻ പോകുന്നുണ്ട്. ഒരു ചേഞ്ച് വരുന്നുണ്ട്. വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ് എല്ലാവർക്കും, ആർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. പലർക്കും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ലൈഫിലേക്ക് വരുന്നുണ്ട്. ചേഞ്ച്, പല കാര്യങ്ങളിലും ചേഞ്ചാണ്. അപ്പം ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് പൂർണ്ണമായും മാറിയിട്ട് മറ്റൊരു ലൈഫിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് അവസാനിക്കുന്നതായിരിക്കാം എനിക്ക് തോന്നുന്നു. ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾക്ക് പലരുടെ ലൈഫിൽ കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും രോഗങ്ങളും കൊണ്ട് വലയുന്നവരെ കാണുന്നുണ്ട്. ഇപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടുകളും രോഗങ്ങളും വലിയ വലിയ രോഗങ്ങളായിരിക്കും. ഒരുപക്ഷെ സർജറിക്ക് വേണ്ടി വരുന്ന വലിയ വലിയ രോഗങ്ങളായിരിക്കാം. അതിനിടയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധി, നിങ്ങൾക്ക് സർജറിക്കൊന്നും
പണമില്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിനും പണമില്ലാത്ത അവസ്ഥയിലും ഒക്കെ കൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവാം. ഒരുപാട് പ്രോബ്ലംസ്, വലിയ വലിയ രോഗങ്ങളിൽ പെട്ട് വലയുന്നതായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം നിങ്ങൾക്കിപ്പോൾ. ആ ഒരു അവസ്ഥയ്ക്ക് ഈ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ വലിയ മാറ്റം സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ആരോഗ്യനിലയൊക്കെ വളരെ തൃപ്തിയാകുന്നുണ്ട്. പൂർണ്ണമായും നിങ്ങളുടെ ആ ഒരു അസുഖങ്ങളൊക്കെ ഭേദമാകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ അസുഖങ്ങളൊക്കെ ഭേദമാകും. തീർച്ചയായിട്ടും നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആകും കേട്ടോ. അപ്പോ നല്ലൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരുമെന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെങ്കിലും നിങ്ങൾക്ക് അതിന്റെ ടോട്ടലി ചേഞ്ച് ആണ് വരുന്നത്, ട്രാൻസ്ഫോർമേഷൻ. ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാം നിങ്ങൾക്ക് മാറാൻ പോകുന്ന അടുത്തൊരു വർഷം കൊണ്ട്. ഒരു വർഷത്തെ റീഡിംഗ് ആണിത് കേട്ടോ. അപ്പൊ ഇപ്പൊ എന്തൊക്കെയുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് നിങ്ങൾ പൊക്കോണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു മാറ്റം വരുമെന്നാണ് ഇവിടെ കാണുന്നത്. ഒരു ട്രാൻസ്ഫോർമേഷൻ വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ കപ്പ് നിറഞ്ഞൊഴുകുന്ന രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് അതൊക്കെ തരുമെന്നാണ് പറയുന്നത്. സാമ്പത്തികമാകുമ്പം നമ്മുടെ ഒരുപാട് സാമ്പത്തികം വരും എന്നുള്ള കാർഡുകൾ കാണുന്നുണ്ട്. 4 ഓഫ് പെന്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർ കാണുന്നത് പണമാണ്. അതുപോലെ കിങ് ഓഫ് പെന്റിക്കിൾസ്, നിങ്ങളൊരു പെന്റിക്കിൾസിന്റെ കിങ് ആവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഒരു പെന്റിക്കിൾസിന്റെ കിങ് ആയിരിക്കും. അതായത് നിങ്ങൾ ഒരുപാട് പെന്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ പണമാണ് കേട്ടോ. ഒരുപാട് സാമ്പത്തികമൊക്കെ ഉണ്ടായിരുന്ന വലിയൊരു രാജാവിനെ പോലെ തന്നെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാവാം. അപ്പം ഒരുപക്ഷെ നിങ്ങളുടെ ആരെങ്കിലും ഒരുപക്ഷെ ചതിയിലൂടെ, ഒരുപക്ഷെ നിങ്ങളുടെ ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണർഷിപ്പിലുള്ള ബിസിനസ്സിൽ എന്തെങ്കിലും പെട്ട് നിങ്ങളെ ചതിച്ച് നിങ്ങളുടെ സ്വത്തുക്കളൊക്കെ അടിച്ചെടുത്തിട്ടുണ്ടാവും ആരെങ്കിലും. അതിലൂടെ നിങ്ങൾ ഒന്നുമില്ലാത്തൊരവസ്ഥ, തീരെ സാമ്പത്തികമില്ലാത്ത ഒരു ദാരിദ്ര്യാവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് തന്നെ, ചിലരുടെ ഇവിടെ കിങ്ങും ക്യൂനും എനർജി കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരുപക്ഷെ വിദേശത്തായിരുന്നിരിക്കും. നാട്ടിലേക്ക് വൈഫിന്റെ പേരിലേക്ക് എല്ലാം വൈഫിന്റെ പേരിൽ, നിങ്ങളുടെ സ്വത്തുക്കളെല്ലാം നിങ്ങൾ വാങ്ങി കൂട്ടുന്നതെല്ലാം വൈഫിന്റെ പേരിലായിരുന്നിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരുപാട് പേർക്ക് ചതി പറ്റിയിട്ടുണ്ട്. ഉള്ള സ്വത്തുക്കളെല്ലാം വിദേശത്തായിരിക്കും. വൈഫിന് അത്രമാത്രം സ്നേഹമാണ് വൈഫിനും കുട്ടികളെ. അപ്പൊ അവരുടെ പേരിലേക്കായിരിക്കും വാങ്ങുന്ന സ്വത്തുക്കൾ മുഴുവൻ. വീടായാലും സ്ഥലമായാലും അവരുടെ പേരിലായിരിക്കും പണമെല്ലാം അയച്ചു കൊടുക്കുന്നത്. അപ്പൊ അതേ രീതിയിൽ അപ്പൊ തിരിച്ചും അങ്ങനെ തന്നെ. ഇപ്പൊ വൈഫ് വിദേശത്താണെങ്കിൽ നാട്ടിലുള്ള ഹസ്ബൻഡിന്റെ പേരിലേക്കായിരിക്കും എല്ലാം ചെയ്യുന്നത്. അപ്പൊ അവരുടെ പേരിലാണ് എല്ലാം ആവുന്നത്. അപ്പൊ അങ്ങനത്തെ രീതിയിൽ ചീറ്റ് ചെയ്തപ്പെട്ട വ്യക്തികൾ നിങ്ങളുടേതായിട്ടുള്ളതെല്ലാം അവർ കൈവശപ്പെടുത്തിയിട്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തി, അതായത് നിങ്ങളെ അവർക്ക് വേണ്ടാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടാകും. ഒരുപക്ഷെ വൈഫും കുട്ടികളും ഒന്നായിട്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തി ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് എനിക്ക് അങ്ങനെ റീഡിങ്ങിന് വന്നിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് ഒന്നുമില്ലാത്ത, നിങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ട് നിങ്ങളൊരു തനിച്ചായ അവസ്ഥയിൽ കഴിഞ്ഞുകൊണ്ട് പോകുന്ന കുറെ വ്യക്തികളുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് ആ നഷ്ടപ്പെട്ടതൊക്കെ തിരികെ ലഭിക്കുന്നു എന്നാണ്. അപ്പൊ ഇവിടെ കിങ്ങും ക്യൂനും വന്നിട്ടുണ്ട്. രണ്ടുപേരും തമ്മില് ഇവിടെ ഡിവോഴ്സ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ പിരിഞ്ഞു ജീവിക്കുന്നവരാണ്. അപ്പൊ അതാണ് ആ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതേ രീതിയിൽ നിങ്ങളുടെ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കിയിരിക്കുന്ന നിങ്ങളുടെ വൈഫാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ട് നിങ്ങളുടെ സ്വത്തുക്കളെല്ലാം കൈവശപ്പെടുത്തിയിട്ട് അവര് നിങ്ങളെ വേണ്ടാത്ത ഒരവസ്ഥ, നിങ്ങളിപ്പോ അവർക്ക് വേണ്ട. അപ്പൊ നിങ്ങൾ ഡിവോഴ്സ് ഫയൽ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വത്തുക്കളെല്ലാം തിരിച്ചു കിട്ടാൻ കേസ് കൊടുത്തിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ ഭയങ്കര പ്രോബ്ലത്തിലായിരിക്കാൻ ചിലരുടെ ലൈഫ് എന്ന് എനിക്കിവിടെ കാണുന്നുണ്ട്. വലിയൊരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. നിങ്ങളുടെ നഷ്ടപ്പെട്ടതൊക്കെ തിരികെ ലഭിക്കാൻ നിങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടാവാം, ഡിവോഴ്സിനായിട്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ ഈ ഒരു വർഷം കൊണ്ട് ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഇപ്പൊ നിങ്ങളുടെ എന്താ പറയുക, ഈ ഒരു പ്രശ്നങ്ങൾ നിറഞ്ഞ സിറ്റുവേഷൻ ടോട്ടലി ചേഞ്ച് ആവാൻ പോണം. ട്രാൻസ്ഫോർമേഷൻ ചേഞ്ച് ആകാൻ പോകുന്നതായിട്ട് എനിക്ക് ഇവിടെ കാണുന്നത്. ആ കിങ് ഓഫ് പെന്റിക്കിൾസ് എനർജി, അതായത് നിങ്ങൾ നിങ്ങളുടെ സ്വത്തുക്കളെല്ലാം തിരിച്ചു കിട്ടി ആ ഒരു പവർ, നിങ്ങളുടെ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ, അതായത് ഒരു കിങ്, നിങ്ങളുടെ ആ ഒരു ധനികൻ എനർജി അത് നിങ്ങളിലേക്ക് തിരികെ വരാൻ പോകുന്നു. നിങ്ങളൊരു ധനികനാവാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു ധനികയാവാൻ പോകുന്നു എന്ന് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ വാങ്ങി കൂട്ടിയതല്ല, ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, കമ്പനികളോ അല്ലെങ്കിൽ ഒരുപാട് വണ്ടികളോ അല്ലെങ്കിൽ ഒത്തിരി നിങ്ങളുടെ എന്താ പറയുക ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ കൈയടക്കിയിട്ടുണ്ടാവാം. അതൊക്കെ നഷ്ടപ്പെടുന്ന ചതിയിലൂടെ, ചീറ്റിംഗ് എനർജിയിലൂടെ, ചതിയിലൂടെ അത് കൈവശമാക്കിയിട്ടുണ്ടാവാം. അപ്പൊ എന്നിട്ട് നിങ്ങൾ അവസാനം വേണ്ടാത്ത ഒരു സിറ്റുവേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്, എല്ലാം കൈക്കലാക്കിയിട്ട് നിങ്ങളെ വേണ്ട അവസാനം. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് ആ ഒരു അവസ്ഥയിലൂടെ. ഇപ്പോൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന് അതിനെ തരണം ചെയ്ത് വളരെ അതിനോട്
പൊരുതി, അതായത് യുദ്ധം ചെയ്തു നിങ്ങൾ അതെല്ലാം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നിങ്ങളിലേക്ക് തിരികെ വരികയാണ്, നിങ്ങളിലേക്ക് അത് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ അടുത്ത ഒരു വർഷം കൊണ്ട്, അടുത്ത ഈ ചിങ്ങമാസം ആകുമ്പോഴേക്കും ഇതൊക്കെ നിങ്ങളുടെ കയ്യിലെത്തും എന്നാണ് എനിക്കിവിടെ കാണുന്നത്. അങ്ങനെ പലർക്കും, എല്ലാവർക്കും ആണ് ഞാൻ പറയുന്നില്ല, മിക്കവാറും പേർക്കും അതൊക്കെ നിങ്ങളുടെ കൈകളിലെത്തും, നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അധ്വാനത്തിലൂടെ തന്നെ നിങ്ങൾക്ക് വീണ്ടും ഉണ്ടാക്കാൻ പറ്റും. ഒരുപക്ഷെ നിങ്ങൾ നഷ്ടപ്പെട്ട തിരികെ ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതിന് നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കും, നീതി ലഭിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു എനർജിയിലേക്ക് തന്നെ അധ്വാനത്തിലൂടെ ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ ആ രീതിയിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാം. ഏതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുവരെ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം വരും. എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികം വരാൻ പോകുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ എന്തായാലും അതിനൊക്കെ ഒരു ചേഞ്ച് വന്ന് നിങ്ങൾ ടോട്ടലി ഇപ്പോൾ ഉള്ളതിന്റെ ഓപ്പോസിറ്റ് ഒരു എനർജിയിലേക്ക് വരാൻ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് നിങ്ങൾ അപമാനിക്കപ്പെടുകയും വേദനിക്കപ്പെടുകയും അങ്ങനെയൊക്കെ ഒത്തിരി പ്രോബ്ലംസ് ഇവിടെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ കാണുന്നു. ആ ഫേസ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഇരിക്കുന്നവരെ കാണുന്നു. ഒത്തിരി എനർജീസ് കാണുന്നുണ്ട് ഇവിടെ. ഒരുപാട് കിങ്ങിന്റെ എനർജിയാണ്, ക്യൂന്. അപ്പൊ ഒരുപാട് കിങ്ങിനെ കാണുന്നുണ്ട്. കിങ് ഓഫ് സോർട്സ്, കിങ് ഓഫ് പെന്റക്കിൾസ്, കിങ് ഓഫ് വാണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ സാമ്പത്തികം ഉണ്ടായിരുന്ന വ്യക്തികൾ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ, അല്ലെ ചീറ്റ് ചെയ്തപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു എനർജി ഒരുപാട് പേർക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ കൂടുതൽ ആൾക്കാരുടെയും വൈഫും കുട്ടികളും അവരെല്ലാം അടിച്ചെടുത്തിട്ട് മാറിപ്പോകുന്നത്. വൈഫ് മറ്റൊരു ബന്ധത്തിലായിരിക്കും, ഒരു പക്ഷെ മറ്റേതെങ്കിലും ഒരു വ്യക്തിയായിട്ട് ബന്ധത്തിലായിരിക്കും. കൂടുതലും പുരുഷന്മാർക്കാണ് അങ്ങനത്തെ ഒരു ചതി പറ്റിയിട്ടുള്ളത്. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇരിക്കുന്നവരുണ്ട്, സ്വത്തുക്കളെല്ലാം എടുത്തിട്ട്. കൂടുതലും പുരുഷന്മാർക്കാണെന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട. സ്ത്രീകളും അങ്ങനെ ഒരുപാട് ഒരു തരത്തിൽ ചീറ്റ് ചെയ്ത ഒരുപാട് സ്ത്രീകളും ഉണ്ട്. ഒരുപക്ഷെ ഹസ്ബൻഡ് മരിച്ചു പോയിട്ടുള്ള വിധവകള് കുട്ടികളുമായിട്ട് തനിച്ച് താമസിക്കുമ്പോൾ ബന്ധുക്കളായിട്ടുള്ളവർ അവരെ ജീവിക്കാൻ അനുവദിക്കില്ല. ബന്ധുക്കൾ ജീവിക്കാൻ അനുവദിക്കാതെ എപ്പോഴും കേസും വഴക്കും, അല്ലെങ്കിൽ അമ്മായിമ്മ അവരുടെ മകന്റെ സ്വത്താണെന്ന് പറഞ്ഞുകൊണ്ട് കേസും വഴക്കും, അവരുടെ ഹസ്ബൻഡ് സഹോദരങ്ങളെല്ലാവരും കൂടി കേസും വഴക്കുമായിട്ട് ഇവരെ അമ്മയും മക്കളെയും ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷനുള്ള ലേഡീസ് ഉണ്ടാവാം. അല്ലെങ്കിൽ ഹസ്ബൻഡ് തന്നെ മറ്റൊരു സ്ത്രീയോടൊപ്പം പോയിട്ട് ഇവരെ തനിച്ച ഭാര്യയും കുട്ടികളെയും വേണ്ടാതെ അവരെ വീട്ടിൽ നിന്ന് തനിച്ച് ഇറക്കി വിടുന്ന അവസ്ഥ, അല്ലെങ്കിൽ അവരെ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് സ്വത്തൊക്കെ അയാളുടെ പേരിലാണ്. അപ്പൊ രണ്ടാമത്തെ കൂട്ടിയിരിക്കുന്ന സ്ത്രീയുടെ പേരിലേക്ക് സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള രീതികൾ, അല്ലെങ്കിൽ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഏതൊക്കെയോ രീതിയിലൂടെ ചതിക്കപ്പെട്ട വ്യക്തികളുണ്ട്. അതായത് നല്ല രീതിയിൽ ജീവിച്ചവരാണ്. അപ്പോൾ മറ്റൊരു തേർഡ് പാർട്ടി മൂലം ഇവരുടെ ലൈഫിൽ മൊത്തത്തിൽ പ്രോബ്ലമായി. ഒരു തേർഡ് പാർട്ടി, അതായത് മൂന്നാമതൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ സന്തോഷകരമായ കുടുംബജീവിതത്തിൽ മൂന്നാമതൊരു വ്യക്തി കടന്നു കയറി നിങ്ങളുടെ ജീവിതം കൊളവാക്കി. അപ്പൊ അങ്ങനെ ഉള്ള ഒരുപാട് എനർജീസ് ഉണ്ട്. അവർ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ, ഇപ്പൊ നിങ്ങളത് നിങ്ങളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്കത് അവകാശമുണ്ട് തിരിച്ചു വാങ്ങാൻ. നിങ്ങളാണ് അതിലെ യഥാർത്ഥത്തിലുള്ള വൈഫ്, നിയമപരമായിട്ടുള്ള വൈഫ് നിങ്ങളാണ്. അയാളുടെ കുട്ടികളാണ്. അപ്പൊ നിങ്ങൾക്കത് വാങ്ങിയെടുക്കാൻ, നിങ്ങളുടെ അവകാശം വാങ്ങിയെടുക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അവിടെ ജസ്റ്റിസ് ലഭിക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യുക. ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, നിങ്ങൾക്കത് ലഭിക്കാൻ പോകുന്നു. അല്ലാത്തവരുണ്ട്, നിങ്ങൾ ഫൈറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും അതിങ്ങനെ വിട്ടുകൊടുക്കേണ്ടതില്ല, ഫൈറ്റ് ചെയ്യുക തന്നെ വേണം. അപ്പൊ നിങ്ങൾക്ക് അവകാശപ്പെട്ട് നിങ്ങൾ തിരിച്ചു വാങ്ങണം കേട്ടോ. അതൊരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഒരുപാട് പേർക്ക്. അതാണ് ഇപ്പൊ ഇങ്ങനെ ഒരു റീഡിങ്ങിലേക്ക് വന്നത്. ഇങ്ങനെ ഒരു കാര്യം നിങ്ങളോട് പറയാൻ തോന്നി കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങൾക്ക് ഒരുപാട് നല്ലൊരു മാറ്റം വരുന്നുണ്ട്. ഒരു എംപറർ എനർജി കാണിക്കുന്നുണ്ട്, എംപറർ. അപ്പോ ആ രീതിയിലൊക്കെ ജീവിച്ച വ്യക്തികൾ ഒരുപാട് നാളായിട്ട് വിഷമങ്ങളിലൂടെ പോകുന്നുണ്ടാവാം. അവർക്കൊക്കെ ലൈഫിലൊരു പുതിയ തുടക്കം, അവരാഗ്രഹിക്കുന്നതെല്ലാം ലൈഫിലേക്ക് വരുവാണ്. അടുത്ത ഒരു വർഷം കൊണ്ട് ടോട്ടലി അവരുടെ ലൈഫിൽ ചേഞ്ച് ആണ്. ഇപ്പം ദരിദ്രൻ ആയിട്ട് നിൽക്കുന്നത്, ദരിദ്രരായിട്ടിരിക്കുന്ന വ്യക്തികൾ, അതായത് വളരെ കിങ് ഓഫ് എനർജിയിൽ അല്ലെങ്കിൽ എംപറർ എനർജിയിൽ ജീവിച്ചിരുന്ന, ക്യൂൻ ഓഫ് എനർജിയിൽ ജീവിച്ചിരിക്കുന്ന, എംപ്രസ് എനർജിയിൽ ജീവിച്ചിരുന്നവർ ഇപ്പം ദാരിദ്ര്യാവസ്ഥയിലാണെങ്കിൽ, രോഗവും ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണെങ്കിൽ അവരുടെ ലൈഫിൽ ടോട്ടലി ചേഞ്ച് വരാൻ പോവാണ്. അവരുടെ ആ ഒരു പഴയ പ്രതാപം, പഴയ സ്വത്ത്, പഴയതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം അവരുടെ ലൈഫിലേക്ക് ഈ ഒരൊറ്റ വർഷത്തിനുള്ളിൽ അവർ തിരിച്ചെത്തി അവർ ആ പഴയ പ്രതാപത്തിൽ ജീവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ചുരുക്കം. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്.
ഒരുപക്ഷെ ഇത് വിദേശത്തൊക്കെ ഉള്ളവരായിരിക്കും. ചിലർ ഇപ്പോഴും വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പലരും വിദേശത്താണെന്ന് എനിക്ക് തോന്നുന്നു. വീണ്ടും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി വിദേശത്തേക്ക് പോയി അവർ തിരിച്ചു പോയിട്ടുണ്ട്. ഒരു വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. വിദേശത്ത് ജീവിക്കുന്നവർ ആ ഒരു എനർജിയിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുണ്ടാവാം. നിങ്ങൾക്ക് ഒരു മാറ്റം ഈ ഒരു ഒറ്റ വർഷം കൊണ്ട് വരും. നിങ്ങൾക്ക് ഒരു നല്ലൊരു ലൈഫ് പാർട്ട്ണറേയും ലഭിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഓൾറെഡി പലർക്കും ലൈഫ് പാർട്ട്ണറെ ലഭിച്ചിട്ടുണ്ടാവാം. ഇല്ലെങ്കിൽ അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും നിങ്ങളെ സ്നേഹിക്കുന്ന നല്ലൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. പിന്നെ ഇവിടെ വിദേശയാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്കുണ്ട്. തീർച്ചയായിട്ടും വിദേശയാത്രയുണ്ട്. ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ വിദേശത്ത് പോകാനായിട്ട് ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച് അതിനായിട്ടിരിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ മുന്നിൽ ഒരു വഴിയും ഉണ്ടാവുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളായിരിക്കാം എന്ന് തോന്നുന്നു. വിദേശയാത്ര ഒരുപാടായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ പഠിക്കാൻ പോകുന്നവരാവാം, ജോലിക്ക് പോകുന്നവരാവാം, ഫാമിലിയായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നു, ഒരുപാട് ആഗ്രഹിക്കുന്നു. പല പല തടസ്സങ്ങൾ, നിങ്ങൾക്ക് പോകാൻ കഴിയുമോ എന്നറിയാതെ വിഷമിച്ചിരിക്കുന്നവരുണ്ട്. പക്ഷെ ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ വിദേശത്ത് സെറ്റിൽ ആയിട്ടുണ്ടാവും. വിദേശത്തേക്ക് നിങ്ങൾക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ശരിയായി നിങ്ങൾ പോകുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുക, ഒന്നും വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ യൂണിവേഴ്സ് അത്ഭുതകരമായി നടത്തി തരും. നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ഒരു മിറാക്കിൾ സംഭവിക്കും. നിങ്ങൾ നടക്കില്ലെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു മിറാക്കിൾ സംഭവിക്കും. ഒരു അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് അവിടെ ചെയ്യും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളത് ശക്തമായിട്ട് ആഗ്രഹിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുക. അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോകും എന്നൊരു ഉറച്ച വിശ്വാസത്തിൽ അവിടെ നിങ്ങൾ ഇരിക്കുക. നിങ്ങൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. യൂണിവേഴ്സ് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരും. ഉറപ്പായി ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ പോയിരിക്കും കേട്ടോ. അടുത്ത ഈ ഒരു വർഷം നിങ്ങൾ തീർച്ചയായിട്ടും വിദേശത്തായിരിക്കും. അപ്പോൾ അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കഴിയുമ്പോൾ എനിക്ക് കമന്റ് തരണം കേട്ടോ. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ സ്പീഡിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഇനിയിപ്പോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ വ്യക്തി പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ എന്തെങ്കിലും സാഹചര്യം കൊണ്ടാവാം ആ ഒരു വ്യക്തി പോയിട്ടുണ്ടാവാം. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാനായിട്ട് പോകുന്നുണ്ട് ആ ഒരു വ്യക്തി. അല്ലെങ്കിൽ നിങ്ങളോട് വഴക്കുണ്ടാക്കി പോയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാമെങ്കിലും അത് വളരെ ഇവിടെ ക്യൂന് വളരെ ദേഷ്യത്തിൽ നിൽക്കുന്നത്. രണ്ടുപേരും തമ്മിൽ വലിയ വഴക്കുണ്ടാക്കി പോയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ലവേഴ്സ് ആയിരിക്കുന്നവരോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വളരെ രണ്ടുപേരും വാളം പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഒരുപാട് പ്രോബ്ലംസ്. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വഴക്കുണ്ടാക്കി മാറി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു കൂടിച്ചേരൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൂടിച്ചേരലുണ്ട്. കൂടിച്ചേരുമെന്ന് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടിച്ചേരലുണ്ട് കേട്ടോ. നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ചലഞ്ചിങ് ടൈമൊക്കെ ഉണ്ടാവുമെന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ഇതുവരെയുള്ള ചലഞ്ചിങ് ടൈമൊക്കെ ഉണ്ടാവാൻ പോവാണ്, അവസാനിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, പുതിയ പുതിയ കാര്യങ്ങൾ വരുവാണ്. പുതിയ പുതിയ കാര്യങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം മുന്നോട്ടേക്ക് നല്ല രീതിയിൽ വരുവാണെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് പീസ് ആൻഡ് ഹാപ്പിനെസ്, സന്തോഷവും സമാധാനവും ഒക്കെ വരികയാണ് കേട്ടോ. നിങ്ങളുടെ ഡിപ്രഷൻ അവസാനിക്കാൻ പോകുന്നു. നിങ്ങളുടെ ഇൽനെസ് അവസാനിക്കാൻ പോകുന്നു. നിങ്ങൾ രോഗത്താൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൽനെസ് ഒക്കെ അവസാനിക്കാൻ പോകണം. രോഗമൊക്കെ മാറിപ്പോകാൻ പോകണം. നിങ്ങളുടെ ശരീരം പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വരാൻ പോവാണ്. നിങ്ങൾ ഡിപ്രഷൻ സ്റ്റേജിലാണെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾ പതുക്കെ റിലീഫായി വരാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രാവൽ കാണുന്നുണ്ട്. വിദേശത്തേക്ക് ട്രാവലുണ്ട്, വിദേശത്തെ നാട്ടിലേക്ക് ട്രാവലുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ജോലിക്കോ ട്രാവൽ ചെയ്യാനൊക്കെ പോകുന്നുണ്ടാവാം. ഒരുപക്ഷെ 6 മാസത്തെ വിസയിൽ നിങ്ങൾ ഫാമിലി, നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അടുത്തേക്കോ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നിടത്ത് പോകുന്നതോ, അല്ലെങ്കിൽ വൈഫ് ജോലി ചെയ്ത് പോകാനോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ 6 മാസത്തേക്ക് നാട്ടിലേക്ക് വരുന്നതോ, അല്ലെങ്കിൽ ലീവിന് നാട്ടിലേക്ക് വരുന്നതൊക്കെ കാണുന്നുണ്ട്. ഓണം ആഘോഷിക്കാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കായിട്ട് കേട്ടോ. നിങ്ങൾക്കൊരു ബ്രില്യന്റ് സക്സസ് വരുന്നുണ്ട്. നിങ്ങൾ ഫ്രീഡം ആഗ്രഹിക്കുന്നത്, ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കാൻ പോകുന്നുണ്ട്. ചില കാര്യങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾ എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഏൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു പ്രൗഡ് തോന്നുക, അഭിമാനം തോന്നുന്ന ചില നിമിഷങ്ങൾ വരാൻ പോകുന്നുണ്ട്. നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് പ്രൗഡ് തോന്നുക, അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ് വരാൻ പോകുന്നത് കേട്ടോ. ചില നിമിഷങ്ങൾ വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ ചിലർ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകണം കേട്ടോ. അതായത് നിങ്ങളുടെ ലൈഫ് ഒരു പുതിയ ചിലപ്പോൾ ഒരുപക്ഷെ മാരേജ് നടക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെ കുട്ടികൾ ഉണ്ടാവുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ ആർക്കൊക്കെ കുട്ടികൾ ഉണ്ടാകാൻ പോകുന്നു, അല്ലെങ്കിൽ മാരേജ്. അപ്പൊ നിങ്ങളുടെ ലൈഫ് പുതിയൊരു തുടക്കം അല്ലേ. ഇപ്പം സിംഗിൾ ആയിരിക്കുന്ന ഒരു മാരേജ് കഴിക്കുമ്പോൾ പുതിയൊരു ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കപ്പിൾസ് ആയിരിക്കുന്നവർക്ക് ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ മറ്റൊരു ലൈഫ്, അങ്ങനെയൊക്കെയുള്ള പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്, പുതിയ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഡ്രീം ഒക്കെ
ട്രൂ ആകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാവാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ഡ്രീം ഒക്കെ ഫുൾഫിൽ ആകാൻ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഒരുപാട് ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓൾഡ് ബിലീഫ് സിസ്റ്റത്തിന് റിലീസ് ആകാൻ പോകുന്നു. അതായത് ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിലെ പഴയ ഒരു മൂല്യങ്ങളിലൊക്കെ പെട്ടിട്ട് വല്ലാതെ വിഷമിച്ചിരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊരു മോചനം ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഭാര്യയും ഭർത്താവും അപ്പൊ കുടുംബത്തിൽ ഒരുപാട് പ്രോബ്ലംസ്, അല്ലെങ്കിൽ വീട്ടിലെ മറ്റുള്ള അമ്മായിമ്മയായിട്ടുള്ള പ്രശ്നങ്ങളോ അച്ഛനും അമ്മയൊക്കെയായിട്ട് ഒത്തിരി കുടുംബം ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരുപാട് ബന്ധുക്കളുമായിട്ടുള്ള പ്രശ്നങ്ങളും അങ്ങനെ ഒത്തിരി ഇവിടെ പ്രോബ്ലം ഒക്കെ കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ എന്തൊക്കെയോ നിങ്ങളുടെ കുടുംബത്തിന്റെ നൂലാമാലകളിൽ പെട്ടിട്ട്, അല്ലെങ്കിൽ പഴയ എന്താ പറയാ ഓൾഡ് ബിലീഫ്, അതായത് നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള പഴയ ആചാരങ്ങൾക്കൊക്കെ പെട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് പോകുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡും നിങ്ങൾ രണ്ടുപേരും കൂടെ അവളുടെ നിന്ന് മാറി താമസിക്കുകയോ അല്ലെങ്കിൽ അവിടെ വിദേശത്തേക്ക് പോവുകയോ അങ്ങനെ എന്തായാലും ആ അത്തരം കെട്ടപ്പെട്ട അവസ്ഥയിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു മോചനം ലഭിക്കുന്നു ആർക്കൊക്കെയോ. അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ ആർക്കൊക്കെ സംഭവിക്കും. അതിൽ നിന്നൊരു ട്രാൻസ്ഫോർമേഷൻ, നിങ്ങൾക്കൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള അവസ്ഥകളിൽ ആരെങ്കിലുമൊക്കെ കഴിഞ്ഞ് ചിലർക്ക് കല്യാണം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ ഓരോരോ പ്രോബ്ലംസുമായിട്ട്, അല്ലെങ്കിൽ ആ അമ്മായിമ്മയും അമ്മായിച്ചന്റെയും ചിലപ്പോൾ ചിലർക്ക് അമ്മായിച്ചൻ പറയുന്നത് മാത്രമേ ആ വീട്ടിൽ നടക്കൂല, അല്ല അമ്മായിമ്മ പറയുന്നത് മാത്രമേ നടക്കൂ, ഹസ്ബൻഡിന് അവിടെ ഒരു വാദിയില്ല, ഹസ്ബൻഡിന് ഒരു വോയിസ് ഇല്ല. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഒരുപാട് പേര് പ്രശ്നങ്ങളിൽ പെട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീട്ടിലൊരു വാല്യൂ ഇല്ലാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകളിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എങ്ങനെയോ നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് റിലീഫ് കിട്ടുന്നു. അവിടുന്ന് അങ്ങനെയുള്ള ആർക്കൊക്കെ അതിനൊരു മോചനം ഈ ഒരു വർഷം കൊണ്ട് ലഭിക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഏരീസ്, ലിയോ, സജിറ്റേറിയസ് കാണുന്നുണ്ട്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ കാണുന്നുണ്ട്. എർത്ത് എനർജി, എയർ എനർജി, ജെമിനി, ലിബ്ര, അക്വേറിയസ് ഉണ്ട്. എയർ എനർജി, ക്യാൻസർ, സ്കോർപ്പിയോ, സ്പൈസസ് ഉണ്ട്. വാട്ടർ എനർജി, ഫയർ എനർജി ഉണ്ട്. എല്ലാ സയൻസും ഉണ്ട് കേട്ടോ. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആണിത്. ഇവിടെ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു വെൽത്ത് വരുന്നതായിട്ടാണ് പലർക്കും കാണുന്നത്. നല്ല രീതിയിൽ വെൽത്ത് വരുന്നുണ്ട്. ഒരു അബണ്ടന്റ് ഒക്കെ കാണുന്നുണ്ട്. അബണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. മലയാളം, ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയത്തില്ല. അപ്പൊ അബണ്ടന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ധനം വരുന്നതാണ്. നിങ്ങളൊരു ധനികരാകാൻ പോകുന്നത്. അതായത് എല്ലാവരും ധനികരാവുന്നില്ല, ഒരുപാട് പണം നിങ്ങൾക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ടൊക്കെ ഒരുപാട് പണം വരുന്നതാണ് കേട്ടോ. അപ്പോ നേരത്തെ ധനികരായിരുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ വീണ്ടും ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ അവര് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ നഷ്ടപ്പെടത്തില്ല. ചീറ്റിങ്ങിലൂടെ നഷ്ടപ്പെട്ടാൽ ഒരിക്കലും അത് അവരുടെ കയ്യിൽ ഇരിക്കില്ല. നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും തിരിച്ചു വരും. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, അത് തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് തിരിച്ചു വരും. അതാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അബണ്ടൻസ് കാണുന്നുണ്ട്. പലർക്കും വളരെ നല്ലൊരു സക്സസ് ആണ്. അബണ്ടൻസ് എനർജി ഒക്കെ കാണുന്നുണ്ട്. ഒരുപാട് പേർക്ക് അബണ്ടൻസ് ആണ്. സക്സസ് ലൈഫിലേക്ക് ഒരുപാട് സക്സസ് വരുന്നുണ്ട്. ട്രാവൽ കാണുന്നുണ്ട്. വളരെ പെട്ടെന്ന് എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചില കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ഒരു ആക്ഷൻ എടുക്കും, പെട്ടെന്ന് ചില ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട്. ആക്ഷൻ എടുക്കാതെ ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾ ആക്ഷൻ എടുക്കണം. പെട്ടെന്ന് തന്നെ പല കാര്യങ്ങൾക്കും ഒരു ചേഞ്ച് ആണ് വരാൻ പോകുന്നത്. ഒരു ചേഞ്ച് വരുന്നുണ്ട്. ന്യൂ ബിഗിനിങ് വരുന്നുണ്ട് കേട്ടോ. പല കാര്യങ്ങളും ഒരു ബാലൻസിൽ പോകാനായിട്ട് പറയുന്നുണ്ട്. പല കാര്യങ്ങളെ ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആരുടെയൊക്കെ സഹായം ലഭിക്കുന്നതായിട്ട് കാണുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആരുടെയെങ്കിലും സാമ്പത്തികമായിട്ടോ അല്ലാതെയൊക്കെയുള്ള സഹായം വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന് പറ്റുന്നതായിട്ടുള്ള വ്യക്തികളും സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സായിട്ട് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവരാണ്. അതിന് വേണ്ടുന്ന വ്യക്തികളും സാഹചര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നവരായിരിക്കില്ല നിങ്ങളെ ആപത്തുകാലത്ത് സഹായിക്കാൻ വരുന്നത്. അതിനായിട്ട് യൂണിവേഴ്സ് നിങ്ങളെ കണ്ടിട്ട് പോലും ഇല്ലാത്ത, നിങ്ങൾക്ക് അറിയപ്പോലും ഇല്ലാത്ത വ്യക്തികളെയും സാഹചര്യങ്ങളെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അപ്പോ അതൊക്കെ യൂണിവേഴ്സ് നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവത്തോട്. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. അപ്പോ നമ്മൾ വിചാരിക്കുന്നവരല്ല നമ്മുടെ ആപത്തിൽ നമ്മളെ സഹായിക്കുക. നമുക്ക് പരിചയം പോലും ഇല്ലാത്തവരെയാണ് യൂണിവേഴ്സ് ദൈവം അതിനായിട്ട് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹത്തിൽ ഇരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള നല്ല വ്യക്തികളുടെ ഒരു സാന്നിധ്യമൊക്കെ വരാം. ഒരുപക്ഷെ ചിലർക്ക് തെറ്റിദ്ധാരണയുണ്ട്. ചിലവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് തരാൻ വേണ്ടിയിട്ടാവാം. അവർ അത്യാവശ്യ ഘട്ടത്തിൽ നിങ്ങളിപ്പോ ഒരു വിധവയാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക്
ഒരു ഹസ്ബൻഡ് മരിച്ചതോ ഉപേക്ഷിച്ചൊക്കെ ആയിരിക്കാം. അപ്പൊ നിങ്ങളൊരു ആപത്ത് ഘട്ടത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അത്യാവശ്യം വേണ്ട സമയത്ത് ഒരു സഹോദരന്റെ രീതിയിൽ അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ടിന്റെ രീതിയിൽ നിങ്ങളെ അവർ സഹായിക്കാൻ ഏതെങ്കിലും ഒരു വ്യക്തി വന്നിട്ടുണ്ടാവാം. അവരുടെ ആ നിങ്ങൾക്ക് സഹായം ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആശ്വാസം ആവുന്ന വാക്കുകളോ അങ്ങനെ പ്രവൃത്തികളോ ഒക്കെ നിങ്ങൾ തന്നതിന് ശേഷം അയാള് ഒരു ഫാമിലിയുള്ള വ്യക്തിയാണ്, അത് തിരിച്ച് അവരുടെ ലൈഫിലേക്ക് ആ വ്യക്തിയുടെ ലൈഫ് പോകും. പക്ഷെ നിങ്ങൾ വീണ്ടും ആ ഒരു വ്യക്തിയെ കാത്തിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ആ വ്യക്തിയെ സഹായിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന അയാൾക്ക് നിങ്ങളുടെ ലവ് ആണ്, പക്ഷെ ആ ഒരു വ്യക്തി നിങ്ങളെ ഒരു ലവറായിട്ടല്ല കണ്ട, ഒരു മാനുഷിക പരിഗണന വെച്ച് നിങ്ങൾക്കൊരു നല്ലൊരു ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ നല്ലൊരു സ്നേഹമുള്ള ഒരു വ്യക്തി ഒരു ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് അതൊരു പക്ഷേ യൂണിവേഴ്സ് ആയിട്ട് ആ വ്യക്തിയെ കൊണ്ട് തോന്നിപ്പിച്ച് നിങ്ങൾക്ക് ചെയ്തു തന്നായിരിക്കും. എന്നിട്ട് നിങ്ങളത് പക്ഷെ തെറ്റിദ്ധരിച്ചിട്ട് ആ ഒരു വ്യക്തിക്ക് ലവ് ആണ് എന്ന് പറഞ്ഞ് ഇനി വരുമോ എന്ന് വെച്ച് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ പക്ഷെ നിങ്ങളുടെ സ്നേഹം അയാൾക്ക് കൊടുക്കുകയായിരുന്നു. പക്ഷെ അയാൾക്കൊരു കുടുംബമുണ്ട്, ആ കുടുംബത്തിനെയാണ് സ്നേഹിച്ചത്, നിങ്ങൾക്കൊരു ഹെൽപ്പാണ് ആ വ്യക്തി തന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇപ്പോഴും കാത്തിരിക്കുകയും ആ ഒരു വ്യക്തി വരുമോ എന്ന് ചോദിച്ച് കാത്തിരിക്കുന്നവരുണ്ട്. നമ്മുടെ ആപത്ത് ഘട്ടത്തിൽ യൂണിവേഴ്സ് ആയിട്ട് നമ്മുടെ സങ്കടങ്ങളെ മനസ്സിലാക്കിയതിനു ശേഷം ഏതെങ്കിലും ഒരു വ്യക്തികളെ നമ്മുടെ ലൈഫിൽ ഒരു ഹെൽപ്പിനായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കും. നമ്മളവിടെ വളരെ സൂക്ഷിച്ചിരിക്കും. ആരെങ്കിലും ഒരു മറ്റുള്ള രീതിയിൽ ഒരു ഹെൽപ്പിന് വരുമ്പോൾ നമ്മളവിടെ വേറെ രീതിയിൽ അത് വ്യാഖ്യാനിക്കാതെ ആ ഒരു വ്യക്തിയെ നല്ലൊരു ഫ്രണ്ടായിട്ട് കാണുക. ഒരു കുടുംബമുള്ളൊരു വ്യക്തിയാണ്, നമ്മൾ അതിനൊരു അകലയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾക്കൊരു ഹെൽപ്പ് ചെയ്ത വ്യക്തിയുടെ കുടുംബം തകർക്കാതിരിക്കാൻ നമ്മൾ നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കാണുക പലരുടെയും ചിലര് ഹസ്ബൻഡ് മരിച്ചു, ഭാര്യയും ഭർത്താവും കൂടെ അവരുടെ ഫ്രണ്ടാ, രണ്ടുപേരിൽ ആരുടെയും ഫ്രണ്ടായിരിക്കും. അപ്പൊ സഹായിക്കാൻ പോകും. അവസാനം ഇവരുടെ സഹായിക്കാൻ പോയ ഈ പുള്ളിക്കാരിയുടെ ഭർത്താവ് പിന്നെ അവരുടേതായി. പിന്നെ ഇവരും ഭാര്യയും കുട്ടികളും ഭർത്താവ് അവരുടെ അടുത്തുനിന്ന് തിരിച്ച് എങ്ങനെയും കിട്ടുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയില്ല, നമുക്കൊരു ഹെൽപ്പ് വരുമ്പോൾ അവർക്കൊരു കുടുംബം ഉണ്ട്, അവരുടെ കുടുംബം നശിപ്പിക്കാനല്ല നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമ്മുടെ അവസ്ഥയിൽ അവർ സഹായിക്കണം. ഇങ്ങനത്തെ കൊണ്ടാണ് ആരും സഹായിക്കാൻ വരില്ല. ഇങ്ങനെയുള്ളവരെ ഒറ്റപ്പെടുത്തുന്നതിന്റെ കാര്യം ഇതാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നിട്ട് ആ നല്ല വ്യക്തിയാണ്, അയാൾ അവരുടെ കുടുംബത്തേക്ക് തന്നെ തിരിച്ചു പോകും. അത് പക്ഷെ അയാളെ നോക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ട് ഇപ്പോഴും, തിരിച്ചു വരണം. അപ്പൊ അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ ആയി പോകരുത് നിങ്ങൾ. അപ്പോ നിങ്ങൾക്ക് നല്ലൊരു കുടുംബം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ മറ്റൊരു മാരേജിലേക്ക് നോക്കുക. മറ്റൊരു ഭാര്യ ഇല്ലാത്തല്ലേ, ഭാര്യ മരിച്ചതോ ഉപേക്ഷിച്ചതോ ഒക്കെ വേറെ ഇഷ്ടംപോലെ ആളുകളില്ലേ, അങ്ങനെയുള്ള ആരെയും നിങ്ങളൊരു മാരേജിലേക്ക് നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു വ്യക്തി വീണ്ടും തിരിച്ചു വരുമോ എന്നൊക്കെ ഓർത്തിട്ട് ഇപ്പോഴും എന്നിട്ട് അത്രയ്ക്ക് തകർന്ന അരിപ്പണമായിട്ടാണ് വരുന്നില്ലെങ്കിൽ ഭയങ്കര ഡിപ്രഷനും പ്രശ്നങ്ങളും വിഷമങ്ങളും കരച്ചിലും ഇതായിട്ടിരിക്കുക. അത് നമ്മൾ നിൽക്കേണ്ട രീതി നിൽക്കാത്തതുകൊണ്ടാണ്. നമ്മൾക്കൊരു ഹെൽപ്പ് ചെയ്തെന്ന് വിചാരിച്ച അയാൾ നമ്മുടെ സ്നേഹം തന്നിട്ടില്ല. അയാൾക്കൊരു കുടുംബം ഉണ്ടെങ്കിൽ അയാൾ അവിടെയാണ് എന്തായിരുന്നു പറഞ്ഞാലും കുടുംബവും കുട്ടികളും ഉണ്ടെങ്കിൽ നല്ല വ്യക്തികൾ തീർച്ചയായിട്ടും അത് അവരുടെ കുടുംബത്തിനോടാണ് സ്നേഹം കാണിക്കുക. ആ കുടുംബത്തിനും കുട്ടികൾക്കും ഒക്കെ മൂല്യം കൊടുക്കുന്നവർ അത് അങ്ങനെ തന്നെയാണ് ചെയ്യുക. അല്ലാത്തവരാണ് മറ്റുള്ള രീതിയിൽ ചെയ്യുക. അപ്പൊ നിങ്ങളത് കണ്ട് മനസ്സിലാക്കി നിങ്ങൾ നിൽക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവസാനം ഡിപ്രഷനും പ്രശ്നങ്ങളും പ്രോബ്ലത്തിലേക്കൊക്കെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചു കൊണ്ട് നിൽക്കേണ്ടതുണ്ട്. അത് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് അങ്ങനെയുള്ള ഒരു എനർജി കണ്ടപ്പോഴത്തേക്കിനും പറഞ്ഞാണ്. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ആർക്കൊക്കെ ഒറ്റയ്ക്കായ ലേഡീസ് ആയിട്ടുള്ളവർക്കും അല്ലെങ്കിൽ ജെന്റ്സ് ആയിട്ടുള്ളവർക്കും തിരിച്ചായാലും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ നമ്മൾക്കൊരു ഹെൽപ്പിനായിട്ട് യൂണിവേഴ്സ് ആയിട്ട് അങ്ങനെ ചില വ്യക്തികളെയൊക്കെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ജസ്റ്റ് നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൽ മാത്രം കാണുക. അവർക്കൊരു കുടുംബമുണ്ട്, അതുകൊണ്ട് നമ്മൾ അകലായിട്ട് നിൽക്കണമെന്ന് നമ്മളത് മനസ്സിൽ നമ്മൾ ആ ഒരു രീതിയിൽ നിൽക്കുക എന്നുള്ളതാണ്. ആ ഒരു അകലയിട്ട് അതാണ് നമ്മളുടെ ഒരു മാന്യത എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഹെൽപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആർക്കൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അതൊക്കെയാണ് എനിക്ക് റീഡിങ്ങിലൂടെ കാണുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നാണ് എനിക്ക് ഈ ഒരു വർഷം കൊണ്ട് നിങ്ങൾ എന്തൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു റീഡിംഗ് ആണ്, ഒരുപാട് നല്ല കാർഡുകളുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.